മോൾമാത്തീസ് കിച്ചൺ ആൻഡ് ഗാർഡൻ. ഇന്ന് നമ്മൾ പരിപ്പൂടെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്നൊരു വ്യത്യാസമുണ്ട്. ഞാനല്ല ചെയ്യുന്നത്, എൻ്റെ കൂട്ടുകാരൻ ജയ്സ്മോളാണ് ഇന്ന് പരിപ്പൂടെ ഉണ്ടാക്കുന്നത് കാണിക്കുന്നത്. ഞാൻ ജയ്സ്മോളുടെ പരിപ്പൂടെ കഴിച്ചിട്ടുണ്ട്, വളരെ ടേസ്റ്റിയാണ്. അതുകൊണ്ട് ഇന്ന് എന്തെങ്കിലും സീക്രട്ടൊക്കെ ഉണ്ടോ നമുക്ക് കണ്ടുപിടിക്കാം. സീക്രട്ട് ഒന്നുമില്ല, നമുക്ക് കണ്ടുപിടിക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പരിപ്പ് 1 കപ്പ്. ഈ 1 കപ്പ് എന്ന് പറയുമ്പോൾ 1 കപ്പിനാകുമ്പോൾ ഒരു 2 കപ്പ്. സവോള, ഒരു സവോള അല്ലേ, ഒരു സവോള. 4-5 ചെറിയ ഉള്ളി, ഇച്ചിരി ഇഞ്ചി. ഇഞ്ചി ഒരു വലിയ കഷ്ണം എന്ന് വേണേൽ പറയാം അല്ലേ, അല്ലെങ്കിൽ 2-3 കുഞ്ഞു കഷ്ണം. ഒരു 2 കരിവേപ്പില, 3-4 വറ്റൽമുളക്. പച്ചമുളക് ചേർക്കുന്നുണ്ടോ? ഞാൻ പച്ചമുളക് ചേർക്കാറില്ല. കായപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർക്കും. ഉപ്പ്, വെളിച്ചെണ്ണ അല്ലേ. നമുക്ക് അളവ് ചേർക്കുമ്പോൾ പറയാം. എന്നാലും നമുക്ക് ഈ പരിപ്പ് അരച്ചെടുക്കാം അല്ലേ. ഇങ്ങനെ മിക്സി തുറന്ന് വെച്ച് പരിപ്പ് അരയ്ക്കുന്നത് ഞാൻ ആദ്യം കാണുവാണല്ലോ. കുറച്ച് നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്, കുറച്ച് അത്രയ്ക്ക് അരിഞ്ഞില്ല അല്ലേ. ഇല്ല, പരിപ്പ് അരച്ച് കഴിഞ്ഞല്ലേ. ഇങ്ങനെ ചേർക്കുന്നേ, ഇഞ്ചി സവോളയും ചെറിയ ഉള്ളിയും കൂടി ചോപ്പ് ചെയ്ത് ചേർക്കുക. കറിവേപ്പില കൈകൊണ്ട് ചെറുതായിട്ട് മുറിച്ചിട്ടാൽ മതി അല്ലേ. പച്ചമുളകും കൈകൊണ്ട് ചെറുതായിട്ട് മുറിച്ച് വിട്ടാൽ മതി അല്ലേ. 1 സ്പൂൺ മുളക് പൊടി, 1 പിഞ്ച് കായപ്പൊടി അല്ലേ. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കുഴയ്ക്കുക. നന്നായിട്ട് കുഴയ്ക്കണം. എണ്ണ ചൂടായി അല്ലേ. എണ്ണ ചൂടായി, ഞാൻ അതിനകത്തോട്ട് ഉണ്ടാക്കിയിടാം. പരിപ്പോടെ എങ്ങനെയുണ്ടെന്ന് നോക്കി. അടിപൊളി അടിപൊളി. ഇഞ്ചിയുടെ ചുവന്നുള്ളിയുടെ ഒക്കെ നല്ല ടേസ്റ്റ് വരുന്നത്. നല്ല ക്രഞ്ചിയാണ്, സൂപ്പർ ടേസ്റ്റ്. ഇത് മുഴുവൻ നിന്ന് എത്ര പോകുള്ളൂ. അടിപൊളി പോകാവുള്ളൂ. വന്നിട്ട് കണ്ടുവന്ന് നോക്കും. ഇതെപ്പോഴത്തേം പോലെ സൂപ്പർ, നന്നായിട്ടുണ്ട്. പൈനാപ്പിൾ ഉണ്ടാകും. പൈനാപ്പിൾ ഉണ്ടാകാൻ തുടങ്ങിയോ? ഉണ്ടാകും. വരുന്നുണ്ട്. അവിടെ ഉണ്ടാകണം.